ഹലോ, ഹായ്, നമസ്കാരം. ഒരുപാട് നാളായി നമ്മുടെ ചാനലിൽ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട്. ഞാൻ എപ്പോഴും വിചാരിക്കും ഒരു വീഡിയോ എടുക്കണം, ഇടണം, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ സത്യം പറയാലോ സമയം കിട്ടാത്തത് കൊണ്ടാണ്. പിന്നെ അതിന് മാത്രമായിട്ടുള്ള കണ്ടന്റ് കിട്ടാത്തതുകൊണ്ടാണ്. പിന്നെ ചില കാര്യങ്ങൾ പറയാൻ സമയം ആയിട്ടില്ല അതുകൊണ്ടൊക്കെയാണ്. പക്ഷേ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്നുള്ളത് കുറച്ച് ദിവസമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം ഞാനിപ്പോൾ ഉള്ളത് നാട്ടിലാണ്. അപ്പം ഞാൻ ഇന്ന് ട്രിവാൻഡ്രത്തോട്ട് തിരിച്ചു പോകും. അതിന് മുന്നേ ഒരു വീഡിയോ ഒക്കെ എടുത്ത് എല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഒന്നാമത്തെ കാര്യം, നമ്മള് ടോം ആൻഡ് ജെസ്സി എന്നൊരു സിറ്റ്കോം കൗമുദിയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞൊരു വീഡിയോ ഷോർട്സിന്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ലോങ് വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഷോർട്ടിൽ ഞാൻ എന്നും എൻ്റെ കാര്യങ്ങൾ മിക്കതും പറയാൻ ശ്രമിക്കാറുണ്ട്. ചിലതൊക്കെ വിട്ടുപോകാറുണ്ട്. ഇന്ന് പറയാം, നാളെ പറയാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയും. അല്ലെങ്കിൽ ശരി, അതിന് പറയാൻ സമയമായിട്ടില്ല എന്ന് വിചാരിക്കും കേട്ടോ. അതുകൊണ്ടാണ് പല കാര്യങ്ങളും ക്ലിയർ ആയിട്ട് ഞാൻ പറയാത്തത്. അതിൽ എനിക്കറിയാം പലരും കമന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പം ഇന്നത്തെ കാര്യം ടോം ആൻഡ് ജെസ്സിയുടെ കാര്യമാണ്. ടോം ആൻഡ് ജെസ്സിയിൽ നിന്നും പിന്മാറിയെന്ന് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ട്. ടോം ആൻഡ് ജെസ്സി 200 എപ്പിസോഡായി. 1 2 വർഷത്തോളം, 1.25 വർഷത്തോളമായി കേട്ടോ ഞാൻ അതിൽ ജോയിൻ ചെയ്തിട്ട്. അപ്പോൾ ഒരു നായിക കഥാപാത്രമായിട്ട് ആദ്യമായിട്ട് വരുന്നത് ടോം ആൻഡ് ജെസ്സി എന്ന് പറയുന്ന സിറ്റ്കോം പ്രോഗ്രാമിലൂടെയാണ്. അർജുൻ ചേട്ടനാണ് നായകനായിട്ട് വരുന്നത്. രാജേഷ് തലച്ചിറയാണ് എൻ്റെ ഡയറക്ടർ. കൗമുദി ചാനലിലാണ് പ്രോഗ്രാം പോയിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു വർക്കാണ്. അപ്പം അതിൽ നിന്ന് പിന്മാറാനുള്ള കാരണം എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു റീസൺ ആണ്. ആ ഒരു കാര്യം എന്തുകൊണ്ട് ഞാൻ പറയാത്തതെന്ന് വെച്ചാൽ എനിക്കതിന് കുറച്ച് ടൈം വേണം. എല്ലാത്തിലും ക്ലാരിഫിക്കേഷൻ വേണം. അത് ക്ലിയർ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളെല്ലാം കൺഫേം ആയിട്ട് വേണം എനിക്ക് നിങ്ങളുടെ അടുത്ത് മുന്നിൽ പറയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഇത്രയും ഒരു ഗ്യാപ്പ് ഇടുന്നത്. അപ്പം പ്രോഗ്രാം ഞാൻ താൽക്കാലികമായിട്ടൊന്ന് മാറിയപ്പോൾ അതിന് മുന്നോട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ നമ്മളിപ്പോൾ പ്രീവിയസ് ആയിട്ട് എടുത്ത് വെച്ച കുറേ എപ്പിസോഡ്സ് ഉണ്ട്. അതിലൊക്കെ ഞാനുണ്ട്. അപ്പോൾ അത് വരുന്നുണ്ട്. അപ്പം അതില് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് പറയുന്നതായിരിക്കും. മാറിയത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ് കേട്ടോ. ഒന്ന്. അടുത്ത കാര്യമാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്കിപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാനും ഈ ഒരു വീഡിയോ എടുക്കാനുള്ള റീസണും ഇത് തന്നെ. കാര്യം വേറൊന്നുമല്ല. യെസ്, ബിഗ് ബോസ് ആണ്. അപ്പം ബിഗ് ബോസിൽ പോകുന്നോണ്ടാണോ സീരിയൽ സ്റ്റോപ്പ് ചെയ്തത്, അഭിനയം സ്റ്റോപ്പ് ചെയ്തത്? ആഹ് അവരെ അതായത് നമുക്ക് നമ്മുടെ പ്രേക്ഷകരെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഓൾമോസ്റ്റ് എല്ലാ പ്രെഡിക്ഷൻ ലിസ്റ്റിലും പേര് വന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം ഞാൻ തന്നെ ഒരു 5, 8 വീഡിയോ കണ്ടിട്ടുണ്ട്. കുറേ പ്രെഡിക്ഷൻ ലിസ്റ്റ്, അത് കൺഫേം ആയ പ്രെഡിക്ഷൻ ലിസ്റ്റ്. ഇവരുടെയൊക്കെ ഈ ഒരു പ്രെഡിക്ഷൻ ലിസ്റ്റിൽ വരുന്ന ആൾക്കാരൊക്കെ ഓൾമോസ്റ്റ് ബിഗ് ബോസിൽ വരാറുണ്ട്. അപ്പം ആ ഒരു ലിസ്റ്റിൽ എൻ്റെ പേര് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. അത് മാത്രമല്ല, നമ്മുടെ ഇപ്പോൾ യൂട്യൂബ് ചാനലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും ഒക്കെ എനിക്ക് കുറേ ആൾക്കാർ മെസ്സേജ് ചെയ്യുന്നുണ്ട്. നമ്മളിങ്ങനെ പുതിയ ഗ്രൂപ്പ് തുടങ്ങാൻ പോവാണ് ചേച്ചിക്ക് വേണ്ടി, അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര സപ്പോർട്ടാണ്. എന്നാൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കുറേ ആൾക്കാരും പറയുന്നുണ്ട് ബിഗ് ബോസിൽ പോവണ്ട എന്നൊക്കെ. അപ്പോൾ എനിക്കൊരു കൊതി. ഇത് കൊതിയെന്ന് മാത്രമല്ല, ഇത് നിങ്ങളുടെ അടുത്ത് ഇനി പറഞ്ഞില്ലെങ്കിൽ ഭയങ്കര മോശമായിരിക്കും. അതില് വേറൊരു റീസൺ, കഴിഞ്ഞ 1, 2 ദിവസമായിട്ട് എനിക്ക് മെയിൽ ത്രൂവും നമ്മുടെ വാട്സപ്പ്, അതായത് എനിക്കൊരു സമർത്ഥ എന്ന് പറഞ്ഞൊരു ബിസിനസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ വാട്സപ്പിലും കുറേ മീഡിയാസിൽ ഉള്ള ആൾക്കാർ എനിക്ക് പേഴ്സണലി മെയിലായിട്ടും മെസ്സേജ് ആയിട്ടും അയക്കുന്നുണ്ട്. ബിഗ് ബോസിൽ പോകുന്നതുകൊണ്ട് എനിക്ക് PR ടീമായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കണ്ടപ്പോഴാണ് ശരി, എന്തായാലും നമ്മുടെ സൈഡ് എന്തായാലും ക്ലിയർ ചെയ്യണമല്ലോ. അതുകൊണ്ടാണ് എനിക്കൊന്ന് ലാസ്റ്റ് ഇയറും ഞാൻ ഇതേപോലെ ഒരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എബൌട്ട് നമ്മുടെ ബിഗ് ബോസിനെ കുറിച്ചിട്ട്. സോ എനിക്ക് പറയാനുള്ളത് ഗൈസ്, ഞാൻ ബിഗ് ബോസിൽ പോകുന്നില്ല. കാരണം എനിക്ക് പറ്റിയ ഒരു പ്ലാറ്റ്ഫോം അല്ല. അതിപ്പോൾ ഞാൻ കഴിഞ്ഞ കൊല്ലവും നിങ്ങളുടെ ലോങ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പല പ്രാവശ്യം പല ഇന്റർവ്യൂവിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബിഗ് ബോസ് എന്നുള്ള ഒരു പ്ലാറ്റ്ഫോം എനിക്ക് പറ്റിയൊരു സ്പേസ് അല്ല. കാരണം എൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ടും അല്ലെങ്കിൽ എൻ്റെ ഒരു നേച്ചർ വെച്ചിട്ടും എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയൊരു സ്പേസ് അല്ല. ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞതുപോലെ എനിക്ക് എൻ്റെ പേഴ്സണലായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ വിട്ടിട്ട് ബിഗ് ബോസിൽ ഒരു 10 ദിവസം പോലും നിക്കാൻ പറ്റത്തില്ല. അതാണ്. അപ്പം ഞാനത് ക്ലിയർ ആയിട്ട് നിങ്ങളോട് പറയാണ്, ഞാൻ ബിഗ് ബോസിലില്ല. അപ്പം ഈ പറഞ്ഞ മെയിലിലും അല്ലെങ്കിൽ എനിക്ക് വന്ന വാട്സപ്പിലും പറയുന്നുണ്ട്, എക്സൈറ്റ് ആയിട്ട് ബിഗ് ബോസ് സെപ്റ്റംബറിൽ ഇത്രാം തീയതിയിലാണ് വരാൻ പോകുന്നത്. അതിന് മുന്നോടിയായിട്ട് ഇപ്പോഴേ തുടങ്ങിയെങ്കിലേ കാര്യമുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ ബിഗ് ബോസിലില്ല. വേറൊരു വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളുടെ അടുത്ത്, അത് വ്യക്തമല്ല, ഐ മീൻ പറയാറായിട്ടില്ല. ആ ഒരു റീസണിന്റെ പുറകിലാണ് ഞാനിപ്പോൾ കുറേ ദിവസമായിട്ട്, ഇനി കുറച്ച് 1, 2 മാസം ഞാൻ അതിന് പുറകിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ബിഗ് ബോസിൽ ഞാനില്ല. ഈ സീസൺ 8 ആണോ 9 ആണോ വരാൻ പോകുന്നത് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. എനിക്ക് തോന്നുന്നത് 8 ആണോ 9 ഓക്കെ. എന്തായാലും ബിഗ് ബോസിലില്ല. അപ്പോൾ ഈ പ്രൊഡിക്ഷൻ ലിസ്റ്റിലൊക്കെ വരുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ബിഗ് ബോസ്
എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിൽ പോകാമായിരുന്നു. കാരണം നമ്മുടെ പാലുകാച്ച് ടൈമിലാണ് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാള് ഇവിടെ വരികയും, അപ്പം അദ്ദേഹത്തിന്റെ സംസാരത്തിൽ ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ബിഗ് ബോസിൽ നിനക്ക് പോകാൻ താല്പര്യമുണ്ടോ എങ്കിൽ അവരിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, "അയ്യോ ചേട്ടാ ഞാനില്ല." ആദ്യമേ ഞാൻ പറഞ്ഞു ഞാനില്ല എന്നുള്ളതാണ്. കാരണം എനിക്ക് പറ്റിയൊരു പ്ലാറ്റ്ഫോം അല്ല ഒന്ന്. രണ്ടാമത്തെ കാര്യം, ബിഗ് ബോസിൽ പോകണമെന്നുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ 3, 4 സീസണിന് മുന്നേ പോകാമായിരുന്നു. ഓക്കെ. അപ്പം എൻ്റെ സുഹൃത്തുക്കളൊക്കെ പോയിട്ടുണ്ട്. അതിലെ എക്സ്പീരിയൻസ് ഒക്കെ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ വെച്ച് മനസ്സിലൊരു പക്ഷെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് എനിക്ക് ബിഗ് ബോസില് ഞാൻ ഈ ചിലപ്പോ എൻ്റെ ഈ പേടിയൊക്കെ അതില് പോയി കഴിയുമ്പോ മാറുമായിരിക്കാം. അടുത്ത വർഷത്തെ ബിഗ് ബോസിലേക്ക് സത്യം പറഞ്ഞാ ട്രൈ ചെയ്യണമെന്നുണ്ട് കേട്ടോ. കാരണം ഇത്രയും വർഷം വന്നിട്ട് നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റില് വരുന്നുണ്ട്. പിന്നെ ഈ ആൾക്കാരുടെ എക്സ്പീരിയൻസും എനിക്ക് എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടുള്ള 1, 2 പേര് അതില് പോയിട്ടുണ്ട്. ഇപ്പം ബിന്നി ആണെന്നുണ്ടെങ്കിലും, വേറെ ശൈത്യ പോയിട്ടുണ്ട്. വേറെ ആരാ? റോഷിൻ അങ്ങനെ കുറെ ആൾക്കാര് പോയിട്ടുണ്ടല്ലോ. അപ്പൊ അവരെയൊക്കെ വെച്ചിട്ടുള്ള അവരുടെ സംസാരത്തിലൂടെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയിട്ട് 2 ദിവസമെങ്കിൽ 2 ദിവസം അല്ലെങ്കിൽ 1 വീക്ക് എനിക്ക് തോന്നുന്നു മിനിമം 1 വീക്ക് അല്ലേ. 1 വീക്ക് പോയി നിന്ന് അതിന്റെ ഒരു എക്സ്പീരിയൻസ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഇനി ഫ്യൂച്ചറിൽ ചിലപ്പോൾ ഞാൻ പോകുമായിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ പറയാണ് ഞാൻ ഇപ്രാവശ്യത്തെ ബിഗ് ബോസിൽ ഇല്ല കേട്ടോ. അപ്പം എൻ്റെ ബിഗ് ബോസിൽ പോകുന്നുണ്ടോ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ സ്ഥിരം യൂട്യൂബ് ഷോർട്സിലൊക്കെ വന്നിട്ട് കമന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഈ മെയിൻ പിആർ വർക്കിന് നോക്കുന്ന അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചവരടുത്തൊക്കെ ഞാൻ പറയാണ് ഞാൻ ബിഗ് ബോസിൽ ഇല്ല. അതൊന്ന് ക്ലിയർ ആകാനും ക്ലാരിഫൈ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടുമാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. ആൻഡ് എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന ഒരു മൊമെന്റാണ് ഇനിയിപ്പോ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. അത് കുറച്ച് നാളുകൾക്കുള്ളിൽ ഞാൻ വന്ന് പറയുന്നതായിരിക്കും. അതിന്റെ എല്ലാം ഒന്ന് കൺഫേം ആയതിനു ശേഷം ഞാൻ ആ ആ ആ ഒരു സന്തോഷത്തിൽ ഇരിക്കയാണ്. അപ്പം അത്രേ ഉള്ളൂ. സോ ബിഗ് ബോസിൽ ഇല്ല. അതാണ് എനിക്ക് അഗെയിൻ പറയാനുള്ളത്. ആൻഡ് താങ്ക് യു സോ മച്ച് ഓൾ ഫോർ യുവർ സപ്പോർട്ട്. കാരണം കുറേ പേര് എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ യെസ് വൺസ് അഗെയിൻ താങ്ക് യു. താങ്ക് യു സോ മച്ച്.